ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മുരിങ്ങക്കായും ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 അല്ലി ചുവന്നുള്ളിയും കറിവേപ്പിലയും അതുപോലെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, തേങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായി ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇനി ഞാനൊരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തീയലായതുകൊണ്ട് ചുവന്നുള്ളിയാണ് ചേർക്കുക. ചുവന്നുള്ളി എടുത്ത് ഞാനൊരു 12 അല്ലിയോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് സെൻറ്ററിൽ നെടുക കീറിയതാണ്. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നല്ല രീതിയിലൊന്ന് വഴന്നു വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് 2ആയി കീറിയതും അതുപോലെ തന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുരിങ്ങക്കായയാണ്. മുരിങ്ങക്കായ ചേർത്തിട്ട് നമുക്കിതിലേക്കൊന്ന് ചെറുതായിട്ടൊന്നതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മുരിങ്ങക്കായ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് പുളിയാവും വേണ്ട. ഇനി നമുക്ക് മുരിങ്ങക്കായ പകുതി വേവായിട്ടുണ്ട്. മുഴുവനോടും വേവിക്കേണ്ട. പകുതി വേവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി മുരിങ്ങയ്ക്കയും ചെമ്മീനും കൂടി ഒരുമിച്ച് കിടന്നൊന്ന് വേവണം. അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ചെമ്മീനും മുരിങ്ങയ്ക്കും കൂടി ഒരുമിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ രണ്ടും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ മുരിങ്ങക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നല്ല ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്